ഇപ്പോൾ ഗൈസ് സർപ്പം തുള്ളലിൻ്റെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ ഒന്നാമത്തെ കളവും അതുപോലെ തന്നെ തിരി ഒഴിയണ വീഡിയോയും അങ്ങനെ ഇട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിൽ രണ്ടാമത്തെ കളം കേട്ടോ, അതാണ് രണ്ടാമത്തെ കളം. പിന്നെ മൂന്നാമത്തെ കളം ഭൂതക്കളം, അങ്ങനെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഈ രണ്ടാമത്തെ പാർട്ടിലുള്ളത്. അതുപോലെ നമ്മളെ ഭൂതവും പിന്നെ കാലനും ചിത്രഗുപ്തനൊക്കെ കെട്ടിയിട്ട് കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ. ലാസ്റ്റത്തെ കളം കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതേപോലെ ഭൂതക്കളം വരയ്ക്കണ വീഡിയോ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. പാർട്ട് 1 കാണാത്തവർ പാർട്ട് 1 കാണണം കേട്ടോ. എന്നിട്ട് ഈ കളം കാണുന്നതാണ് രസം ഉണ്ടാവുക കേട്ടോ കാണാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത രണ്ടാമത്തെ കളത്തിൻ്റെ കേട്ടോ. രണ്ടാമത്തെ കളം നമ്മൾ ഒന്നാമത്തെ കളം വരച്ചിട്ട് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോയി വന്നപ്പോഴേക്കും തന്നെ രണ്ടാമത്തെ കളമൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ ഒന്നാമത്തെ കളത്തിൽ കാണാതിരിക്കുന്ന ആൾക്കാർ ഫുള്ളൊന്നും രണ്ടാമത്തെ കളത്തിലുണ്ടാവില്ല. കുറേ ആൾക്കാർ നീച്ച് പോകും ഫസ്റ്റ് കളം കഴിഞ്ഞാൽ തന്നെ. ഈ ഒരു രണ്ടാമത്തെ കളം തുടങ്ങുമ്പോൾ തന്നെ രാത്രി ഒരുപാട് സമയമാവും. ഒരു 12 മണി 1 മണിയൊക്കെ ആവും നമുക്ക് ഈ ഒരു രണ്ടാമത്തെ കളം തുടങ്ങുമ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെ കളം വരയ്ക്കലും അതിൻ്റെ പൂജ കാര്യങ്ങളൊക്കെ കുറേ സമയമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കളത്തിനും നല്ലതായിട്ട് പൂജ ഉണ്ട്, കുറേ സമയം അതിൻ്റെ പൂജകൾ തന്നെ ഉണ്ട്. അപ്പോൾ അതാണല്ലോ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ തന്നെ. ഓരോ കളം കഴിക്കുമ്പോഴും അതിന് കുറേ പൂജകൾ കഴിച്ച് നാഗങ്ങളെ തൃപ്തിപ്പെടുത്തുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരങ്ങനെ കളം പൂജയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ കന്യകമാരായിട്ട് ഈ ഒരു വട്ടം ഇരുന്നത് അനിയത്തിയുടെ മോള് സനുവാണ്. സനുവും വേറൊരു കുട്ടിയും കൂടിയാണ് ഇരുന്നത്. അപ്പോൾ ഈ അവർ വന്നിട്ടും കന്യകമാരുടെ കുറേ പൂജ ഉണ്ട്. അവരും ഇങ്ങനെ ഇതിൻ്റെ 4 ഭാഗം പിടിച്ച് ഒഴിയാനും തിരി ഒഴിയാനും പിന്നെ 100 പാലും കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ പൂജകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒഴിയുന്നത് തന്നെ ഒരു 3 റൗണ്ട് ഒഴിയണം. ഈ ഒരു ഇതിങ്ങനെ കാണിക്കണത് പന്തൊക്കെ ഇങ്ങനെ കുളത്തി കാണിക്കണ ഈ ഒരു സംഭവം തന്നെ 3 റൗണ്ട്, ഓരോ കളത്തിലും 3 റൗണ്ട് ചെയ്യണം. അത് പൂജ ചെയ്യുന്ന ആളും ചെയ്യണം, ഈ കന്യകമാരായിട്ടുള്ള ആൾക്കാരും ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ചുറ്റി വന്നിട്ട് പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് നേരം അവർക്ക് പൂജ ഉണ്ട്. അവർ ആ കന്യക ഏറ്റവും പ്രായം കുറഞ്ഞ കന്യകയാണ്. അതിൽ അവരൊരു കിണ്ണം കൊടുക്കുക, കിണ്ണത്തിൽ മഞ്ഞളും ഇതൊക്കെ ഇട്ടൊരു പ്രസാദം ഉണ്ടാക്കും. അതൊക്കെ നേദിക്കും കേട്ടോ അവർ. അതൊക്കെ കഴിഞ്ഞ് കന്യകമാർ കളം തൊട്ട് തൊഴുത് മാറിയിരുന്നു. പിന്നെ അവരുടെ ഫാമിലിയിലുള്ള എല്ലാവരും വന്നിട്ട് കളം തൊട്ട് തൊഴുക പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തൊഴുകലൊക്കെ കഴിഞ്ഞിട്ട് കന്യകമാരെ രണ്ടാളെയും കളത്തിൻ്റെ നടുവിൽ ഇരുത്തിട്ടോ. കുറേ നേരം ഇവരുടെ കൊട്ട് ഒക്കെ കേട്ടിട്ട് അവർക്ക് നല്ലപോലെ ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇപ്പുറത്തിരിക്കുന്ന കുട്ടിക്ക് നന്നായിട്ട് ആ കുട്ടി ഇങ്ങനെ ചുറ്റി ചുറ്റി ഇളകി വരുന്നുണ്ടായിരുന്നു. അതേപോലെ സനു പറഞ്ഞു, അവളുടെ അനുഭവം പറഞ്ഞാൽ അവൾക്ക് ആകെ മൊത്തം ബ്ലാങ്കായി, എന്താ ഉണ്ടാവണമെന്ന് അറിയണ്ടായിരുന്നില്ല. മൊത്തം ഇങ്ങനെ ഇളകി വരാനുള്ള ആ ഒരു ഇതിലാവുമ്പോൾ പുറത്തുനിന്ന് വേറെ അവരുടെ മേമയും മറ്റുള്ള ആൾക്കാരുടെ മേത്ത് പുറത്തുള്ളവർക്കും കയറുമല്ലോ. അവർ പോയിട്ട് ഇവരെ പിടിച്ച് വലിച്ചവരെ വില കൂടെയൊക്കെ വീണപ്പോൾ അതങ്ങനെ പെട്ടെന്ന് ഉണർന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാം ഓരോ ശക്തിയാണ്, അവനവൻ്റെ വിശ്വാസമാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് ഇതുണ്ടാവും കേട്ടോ. എല്ലാത്തിലും ഓരോ സത്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ അനുഭവം അതാണ്. പിന്നെ അങ്ങനെ ബാക്കി കുറേ ആൾക്കാരൊക്കെ എല്ലാവരും കൂടി ഇളകി ആടി വന്നപ്പോൾ ഇവർക്ക് അത് ഇവരുടെ ശരീരത്തിൽ നിന്ന് പോയി. പിന്നെ അങ്ങനെ നോർമലായി എന്ന് അവർ പറയണം. അവർക്ക് അങ്ങനെ മറ്റേ കുട്ടിക്കും ഈ കുട്ടിക്കൊക്കെ അങ്ങനെ വന്നു എന്ന് പറഞ്ഞു അവരോട് നമ്മൾ ചോദിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെ ബാക്കി എല്ലാവരും കൂടി ആ കളം വന്ന് മായ്ക്കുകയാണ്. അങ്ങനെയാണ് അവർ തൃപ്തിയാവുക കേട്ടോ. അങ്ങനെ ആ ഒരു കളം മായ്ച്ച് ഇനി അടുത്തത് ഭൂതക്കളമാണ്. ഭൂതക്കളം വരയ്ക്കുകയാണ്. അപ്പോഴേക്കും പുലർച്ചെ ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂതക്കളത്തിന് കുറേ ചടങ്ങുകളുണ്ട് കേട്ടോ. പക്ഷെ അവർ ആ വരയ്ക്കിന് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ചിരട്ടയിൽ ഇങ്ങനെ ഹോളാക്കിയിട്ടും അല്ലാതെ അവർ ആ ഒരു ടീമിലുള്ള എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ ആ ഒരു കളം വരയ്ക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് വരയ്ക്കിന് കാണാൻ. അപ്പോൾ കുറച്ച് സമയമൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും കുറേ ആൾക്കാർ കാണാൻ വന്നിരുന്ന 3/4 ആൾക്കാർ പോയി. ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ. അപ്പോൾ ആ ഭൂതക്കളം വരയ്ക്കണ ആ ഒരു ഭൂതത്തിൻ്റെ രൂപത്തിൽ വരയ്ക്കുന്നുണ്ട് ചിലവർ എന്താ അവർ മറ്റേ അതിൻ്റെ പൂതം കാലൻ അങ്ങനെയൊക്കെ കെട്ടാനുള്ള അവരുടെ മുഖംമൂടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇവർ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഭൂതം ഏറെക്കുറെ ഇങ്ങനെ ഇവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു ഭൂതത്തിൻ്റെ രൂപമൊക്കെ ആയല്ലോ അല്ലേ. അപ്പോൾ കാണാൻ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. എല്ലാവരും കൂടി അതിങ്ങനെ പെട്ടെന്ന് തന്നെ വരച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതേമാതിരി പൂജ ചെയ്യുന്ന ആൾ പൂവും കാര്യങ്ങളൊക്കെ അവരത് റെഡിയാക്കുന്നുണ്ടായിരുന്നു. ഒരാൾ താഴെ ഭാഗം അങ്ങനെ
ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റാൾ ഇപ്പുറത്തുണ്ട് ഇതുണ്ടോ ഇവർ മുഖം മൂടി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഉണ്ടാക്കണം ഭൂതത്തിനും ഒക്കെ ഉള്ളത്. അങ്ങനെ ഓരോരുത്തരും ഓരോ പണികൾ. അപ്പോഴേക്കും രാവിലെ ആയി, നമുക്ക് ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവരവിടെ മറ്റേ പാട്ട് പാടുന്നുണ്ടായിരുന്നു, നാവൂറ് പാട്ട് കേട്ടോ. അത് ഞാൻ നാവൂറ് പാട്ട് മാത്രമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടവർക്ക് അതിൻ്റെ നമ്മുടെ പേരും നാളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് 50 രൂപ അങ്ങനെ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ അത് പാടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആരൊക്കെ പാടിപ്പിച്ചു. ഞങ്ങളൊന്നും പിന്നെ അത് പഠിപ്പിക്കാനൊന്നും പോയില്ല. അപ്പോൾ അവിടെ തന്നെയുള്ളവർ കുറച്ച് അതൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. നാവൂറ് പാട്ട് ഇങ്ങനെ പാടുന്നത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം ചെറുപ്പത്തിൽ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഈ പുള്ളവന്മാർ നമ്മുടെ രണ്ടാളായിട്ട് വീട്ടിൽ കൂടെ വരും. എപ്പോഴും മാസത്തിലൊരു തവണ കൊയ്ത്ത് കഴിഞ്ഞാൽ അങ്ങനെ എന്തൊക്കെ ഓരോ സമയമുണ്ട്. അപ്പോൾ അവർ വരും. നാവൂറ് പാടുന്നതൊക്കെ നല്ലതാണ്, വീട്ടിൽ നിന്ന് നാവൂറ് പാടി ഇറക്കി കൊണ്ടുപോകണത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അന്നൊക്കെ എല്ലാ വീടുകളിലും നാവൂറ് പാടിക്കും. ഇപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും വന്നായി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഞാൻ കുറേ അത് കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ ഭൂതക്കളം ഏകദേശം ഇവിടെ പണി ഇങ്ങനെ കഴിഞ്ഞ് ഫിനിഷിങ്ങിലേക്ക് എത്തിയിട്ടോ. ഭയങ്കര ഒരു കഴിവാണ്, ഒരു കലയാണ് ഇല്ലേ അവരുടെ. എല്ലാതും ഒരു കലയാണ്, വിശ്വാസവും കലയും കൂടി ഉള്ളതാണിത്. ഈ ഒരു രീതിക്ക് ഓരോ കളങ്ങളും അവരെത്ര ഭംഗിയായിട്ട് വരച്ചെടുക്കണം. ഒന്നാമത്തെ കളയിൽ രണ്ടാമത്തെ കളയിലൊക്കെ കാണാൻ ഭയങ്കര ഭംഗി. നമുക്കത് അവർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് തന്നെ ബുദ്ധിമുട്ടിച്ച് വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. പിന്നെ ആൾക്കാർ അവിടെ തിരക്കില്ലാത്തതുകൊണ്ട്, വലിയ കാര്യമായിട്ട് തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഒക്കെ കുറച്ച് മുന്നിൽ നിന്ന് എടുത്തു. മറ്റേ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഒന്നും ആ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അവർ പ്രത്യേകം പുള്ളുവന്മാർ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അവർക്ക് ഇത് കയറുമ്പോൾ വീഡിയോ എടുക്കണ്ട എന്നുള്ളത്. പക്ഷെ വീട്ടുകാർക്ക് എടുക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ടാമത്തെ കളത്തിലത്തെ മാത്രമാണ് ഞാൻ വീഡിയോ കുറച്ചെങ്കിലും എടുത്തത്. ഒന്നാമത്തെ കളവും ലാസ്റ്റത്തെ കളമൊന്നും കാര്യമായിട്ട് വീഡിയോ എടുത്തില്ല. ചിലവർക്ക് പറയുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കളത്തിലെ കുറച്ച് വീഡിയോ ആണ് ഉള്ളത് കേട്ടോ. അതായത് ഈ നാഗം കയറി തുള്ളി കളം മായ്ക്കുന്ന വീഡിയോ. അങ്ങനെ ഭൂതക്കളത്തിലെ ഭൂതത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവർ എത്ര വേഗമാണ് എല്ലാവരും ഓരോ സൈഡ് വെച്ച് ഓരോ 2-3 കളറാട്ടോ ഒപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞു. ഇനി പൂജാ സാധനങ്ങളൊക്കെ വയ്ക്കാൻ ഈ ഒരു റോസ് ഇതും കൂടി റൗണ്ട് ചെയ്ത് ഈ ഒരു അറ്റം വരെ വന്നു കഴിഞ്ഞാൽ കഴിയും. ഈ ഒരു വരയ്ക്കണ കുട്ടിയാണ് കേട്ടോ മറ്റേ തിരി ഒഴിയണ ആ ഒരു വീഡിയോ ഒക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഭൂതക്കളം ഇവിടെ റെഡിയായി. ഇനി 4 ഭാഗത്തും പൂജ ചെയ്യാനുള്ള സാധനങ്ങൾ ഒരുക്കുകയാണ്. പലക, അവിൽ, മലര്, തിരി, വിളക്ക്, വർണ്ണന്തി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരുക്കി വയ്ക്കുകയാണ്. അങ്ങനെ ഭൂതക്കളത്തിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. ഇനി പൂജ സാധനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞാൽ ഒരു ഉടനെ പൂജ തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കാലനും മറ്റേ ഭൂതവും പിന്നെ ചിത്രഗുപ്തനാട്ടോ. ചിത്രഗുപ്തൻ കണക്ക് നോക്കണ ആളാണ്. കാലനും ഭൂതമൊക്കെ അവരവരുടെ സങ്കല്പം എങ്ങനെയാണ്, അവരവരുടെ പണി ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഈ വഴിക്ക് ഇത് കൊട്ടും പാട്ടും കേട്ടപ്പോൾ വന്നു എന്നൊക്കെ പറയുന്നത്. ഞങ്ങളാകെ പുതച്ച് മൂടി തണുത്ത് വറച്ചിരിക്കുകയാണ് ഗൈസ്. അവിടെ പാടത്തിൻ്റെ അടുത്താണ്, നല്ല തണുപ്പുള്ള സമയമായിരുന്നു കേട്ടോ അത്. അപ്പോൾ രാവിലെ ഭയങ്കര തണുപ്പ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആകട്ടെ അവർ അവിടെ കൊട്ടും പാടുമൊക്കെ ചെയ്യുന്നുണ്ട്. അതിലുള്ള കുറേ ആൾക്കാർ തന്നെ കിടന്നുറങ്ങിയെന്ന് അവരുടെ ഉള്ളവരൊക്കെ പാടുന്നുണ്ട്. എല്ലാവരും നേരം വെളിച്ചവാറായിട്ടോ. അപ്പോഴേക്കും ഒരു 5:30-6 മണിയൊക്കെ ആയി. ഈ സമയം ഇത്രയും സമയമായി നമ്മൾ നേരം ഈ ഒരു ഇത് കഴിയുമ്പോഴേക്കും തന്നെ ഫുള്ള് നല്ല നേരം വെളിച്ചായി. 7 മണിയൊക്കെ 7:30 അങ്ങനെ അവർ 7:30 ഉണ്ടാവും മൊത്തം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇനി അവർ ഈ ഭൂതക്കളത്തിൻ്റെ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം എല്ലാ കളത്തിനും ചെയ്തിരുന്ന പോലെ തന്നെ എല്ലാ പൂജകളും ഈ കളത്തിനും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് കൂടുതൽ പൂജകൾ ചെയ്യുന്നുണ്ട്. കോഴി കോഴീനെ കൊടുത്തിട്ട് അറക്കൊന്നുമില്ല. കോഴിയുടെ ആ ഒരു നഖമോ അതിൻ്റെ ചൂട്ടിൻ്റെ ആ ഭാഗം അവിടെ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് കളയുന്നുള്ളൂ. അങ്ങനെ ചോര ഇതാക്കി അങ്ങനെ അവരെ അറുത്തിടണമൊന്നുമില്ല. ഈ കളത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ കുരുതിയായിട്ട് അങ്ങനെ എന്തോ കൊടുക്കണം ഉള്ള സങ്കല്പത്തിലാവും അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു കുറേ പൂജകൾ ചെയ്തു. അവിടെ കുറച്ച് അപ്പുറത്തായിട്ട് നമ്മുടെ കാലനും ഭൂതമൊക്കെ അവിടെ റെഡിയായി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പൂജ കഴിഞ്ഞിട്ട് ഇവർ വിളിക്കുമ്പോൾ വേണം കാലനും ഭൂതമൊക്കെ വരാൻ. അപ്പോൾ ഈ ഒരു അമ്മമാർ, അവരുടെ അമ്മയും പിന്നെ വേറെ ചെറിയമ്മ വലിയമ്മ അങ്ങനെ ആരോ കൂടിയാണ് ഇതിൽ അടുത്ത ലാസ്റ്റത്തെ കളത്തിലിരുന്ന് കേട്ടോ. അപ്പോൾ അവരുടെ പൂജയാണ്. ഇനി അവരും ആദ്യം എല്ലാവരും ചെയ്ത പോലെ അവരും കുറേ പൂജകൾ ചെയ്യാണ്ട്, അതാണ് ഇനി അടുത്തത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കാലനും ചിത്രഗുപ്തനൊക്കെ വരുള്ളൂ. ആദ്യത്തെ കളങ്ങളിലൊക്കെ ചെയ്ത പോലെ തന്നെ അവരിങ്ങനെ ആ ഒരു തിരിയൊക്കെ ഒഴിഞ്ഞ് 2-3 പ്രാവശ്യം കളം വലം വയ്ക്കും.
പിന്നെ അതേപോലെ മഞ്ഞളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇട്ടിട്ടുള്ള ആ ഒരു നൂറും പാല് കൊടുക്കൽ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ചെയ്തത് മുന്നിലാണെങ്കിൽ ഇപ്പോൾ കാലിൻ്റെ ചോട്ടിൽ നിന്നിട്ട് ആ ഭൂതത്തിൻ്റെ കാലിൻ്റെ താഴെ വന്നിട്ടാണ് അങ്ങോട്ട് തിരിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അവർ കുറച്ച് പ്രായമുള്ളവരായതുകൊണ്ട് തന്നെ കുറേ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കുറച്ച് സ്പീഡ് ഇട്ടതാണ്. അപ്പോൾ ഇനി കോഴീനെ അങ്ങനെ കൊടുത്തിട്ട് അതിൽ ആ ഒരു പുള്ളുവൻ അവർ കാരണവർ അങ്ങനെ ഓരോ മന്ത്രങ്ങൾ ഒരു പാട്ട് പാടുന്ന പോലെ ഒരു പാട്ടൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു. അതൊക്കെ ചൊല്ലിയിട്ട് അപ്പോൾ ഇവരിങ്ങനെ കോഴീനെ അങ്ങനെ പിടിച്ച് നിൽക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കത്തി എടുത്തിട്ട് അതിൻ്റെ പൂവിൻ്റെ ആ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയുക ചെയ്ത്. പിന്നെ എന്താണ്ട് ഈ കറുപ്പിട്ടത് വരുന്നതാണ് കാലൻ, മറ്റത് ഭൂതം ചപ്പിലൊക്കെ വെച്ച് കെട്ടിയത് ഭൂതം, ഇത് ചിത്രഗുപ്തൻ കേട്ടോ. അവർ വന്നിട്ട് കുറേ നേരം അവർ കളിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് അവരവിടെ ഒരു പൊലിപ്പാട്ടൊക്കെ പാടിയിട്ടോ. പൊലിപ്പാട്ട് പാടുമ്പോൾ നമ്മൾ കുടുംബത്തിലുള്ളവരൊക്കെ അവിടെ ദക്ഷിണയും മുണ്ടൊക്കെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ അങ്ങനെ ആ ഒരു ദക്ഷിണ അവർ കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞ് രണ്ടമ്മമാരും കളത്തിലിരുന്നു. അവർ രണ്ടാളും തുള്ളി കളം മായ്ക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ കുറേ എടുത്തിട്ടില്ല. കുറച്ച് ഇനിയിപ്പോൾ അവർ ആ ഒരു തുള്ളനതൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട വെച്ചിട്ട് ആ ഒരു വീഡിയോ നമ്മൾ കുറച്ച് ചെറുതായിട്ട് ഞാൻ എടുത്തുള്ളൂ. ചെറിയൊരു ഇതിലെടുത്തു. ഇനിയിപ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് അത് എടുത്തോ അവർക്കൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എടുത്താൽ മതിയായിരുന്നു ഇപ്പോൾ തോന്നി. പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ തുള്ളൽ ഇതുണ്ടപ്പോൾ കുറേ ആൾക്കാർ പുറത്തുനിന്നും തുള്ളി വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കളത്തിലിരുന്നവരും തുള്ളി. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ തുള്ളലിൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.